കണ്ണൂർ കോർപ്പറേഷനിൽ നിന്ന് അർജുൻ കല്യാട് തയ്യാറാണ്. അർജുൻ കല്യാട്, കോർപ്പറേഷനിൽ പഞ്ചിങ് ആണോ സംവിധാനം? ഇപ്പോൾ സമയം 11 മണിയായിരിക്കുന്നു. 10 മണിക്ക് തന്നെ എത്ര പേർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്? സുജിയ, കണ്ണൂർ കോർപ്പറേഷനകത്ത് ഇത്തരത്തിലുള്ളൊരു പഞ്ചിങ് സംവിധാനം ഇതുവരെയും ഏർപ്പാട് ചെയ്തിട്ടില്ല. ഒപ്പിടുന്ന സംവിധാനമാണ്. സൂപ്രണ്ടിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ സെക്രട്ടറിയുടെ മുന്നിലും ഒപ്പിടുന്ന സംവിധാനമാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്ക് കൃത്യമായ തോതിൽ നമ്മൾ ഈ സമയം ഇങ്ങനെ വൈകുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ തോതിൽ ഓരോ സമയത്തും എത്ര പേർ എത്തി എന്നുള്ളതിൻ്റെ കൃത്യമായ എണ്ണം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. 9:40 മുൻപ് ഒരാൾ മാത്രമാണ് കണ്ണൂർ കോർപ്പറേഷനകത്ത് എത്തിയത്. 9:40 ശേഷം 4 പേരെത്തി. 9:50 മുൻപായിട്ട് 13 പേരെത്തി. 10 മണിക്ക് 26 പേരെത്തി. 10:15 മുൻപ് 33 പേരെത്തി. എന്നാൽ അതിനുശേഷം 10 മണി ടു 10:15 എന്നുള്ളതാണ് ഇവിടെ ഓഫീസ് ടൈമായിട്ട് നിജപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 10:15 ശേഷം 10:23 വരെ 14 പേർ, 10:30 വരെ 11 പേർ, 10:34 വരെ ഒരാൾ, 10:40 വരെ 2 പേർ. അതിനു പുറമെ ചില വിദുദ്ധരായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാർ നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള വിവരം അവർക്ക് ആരോ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുറകിലെ ഗേറ്റ് വഴി നുഴഞ്ഞു കയറി 4 പേർ ഈ ഓഫീസിനകത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതും വളരെയധികം വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആകെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 127 പേരാണ് ഈ ഓഫീസിനകത്ത് ജോലി ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 107ഓളം പേർ ഇത്തരത്തിൽ ഈ ഓഫീസിനകത്ത് എത്തിയിട്ടുണ്ട്. 10ഓളം പേർ ലീവിലുണ്ട് എന്നുള്ളതാണ് അറിയാനുള്ളത്. അങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ 10ഓളം പേർ ഈ ഓഫീസിനകത്ത് ഇനിയും എത്താനുണ്ട്. അവർ മറ്റ് ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് പോയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നത് ഇപ്പോഴും ആശ്ചര്യത്തോടുകൂടിയാണ് കാണുന്നത്. കാരണം നേരത്തെ തന്നെ ഓഫീസിലേക്ക് പിന്നിലൂടെ കയറാൻ 4 പേർക്ക് കഴിഞ്ഞെങ്കിൽ ആ ഓഫീസിലേക്ക് അർജുനും ക്യാമറയും മുൻഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പിന്നിലൂടെ കയറാൻ 4 പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കൃത്യമായി അവിടെ ഒരു സംഘടിതമായ ഒരു ഓപ്പറേഷൻ നടക്കുന്ന, സംഘടനയ്ക്ക് ശക്തിയുള്ള ഒരു കോർപ്പറേഷനാണ് എന്നുകൂടി കരുതേണ്ടേ. അവിടുത്തെ ഒരു സംഘടനാ ബലം എങ്ങനെയാണ് അർജുൻ കല്യാട്? തീർച്ചയായിട്ടും അത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ, അതായത് ഒരാളുടെ ഒരു നിയമലംഘനത്തിന് മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കാരണം ഇത്തരത്തിലൊരു ക്യാമറ കണ്ണുകളുമായി നമ്മളിവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാർ കുറച്ച് നേരത്തെ എത്തിയിട്ടില്ല, ചിലപ്പോൾ 10:30 എത്തിയിട്ടുള്ള ആ സമയത്ത് 10:30 ശേഷമൊക്കെ ഒരുമിച്ചെത്തുന്ന ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ ഇന്ന് ലേറ്റായി പോയതായിരിക്കും. അപ്പോൾ എടാ ഇവിടെ ക്യാമറയുണ്ട്, അതുകൊണ്ടൊന്ന് സൂക്ഷിച്ച് വന്നാൽ മതി, നീ പുറകിൽ വഴി വന്നോ എന്നുള്ള ഒരു സന്ദേശം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരു 4ഓളം പേർ ഇതിൻ്റെ പുറകിലത്തെ ഗേറ്റ് വഴി ഉള്ളിലേക്ക് കയറിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 11 മണിയാവുകയാണ്. 11 മണിയാവുമ്പോഴും 10ഓളം സീറ്റുകൾ ഇവിടെ വാക്കൻ്റായി കിടക്കുന്നു. പക്ഷേ ഔദ്യോഗികമായി ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത്തരത്തിൽ ഇവിടെ നിന്നും മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുള്ളതാണ് എന്നുള്ളൊരു വിശദീകരണമാണ് ലഭിക്കുന്നത്. എന്തായാലും 10:15 ശേഷം ഏകദേശം ഒരു 10-40 പേരെങ്കിലും ഈ ഓഫീസിനകത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. സുജിയ. ഓക്കെ അർജുൻ കല്യാട്.